അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എവിടേക്കായി കരിവെളുപ്പിന് മുന്നേ പോണത്? ഞമ്മളെ അത്തന്റെ കുഞ്ഞാലിക്കുട്ടി ദുബായിക്ക് പോവുക. നല്ല കോയും പത്തിരി ഉണ്ട് എന്നാ പറഞ്ഞേക്കണ്. ഓ എന്നോട് പറയാൻ പറഞ്ഞേക്കാരം. വളമ്പുമ്പോഴേക്ക് ഞാനവിടെ എത്തിക്കോളാം. അല്ല ഇതെന്തങ്ങനെ കൊത്തി വലിച്ചേക്കണ്? അങ്ങോട്ട് കടിച്ചു വലിച്ചൊന്നൂടെ. ഇനി ഇങ്ങനെ ഒരു ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിലേ കാലം കുറച്ച് പിടിച്ചു. ആദ്യമായിട്ട് ദുബായിക്ക് പോണ ആൾക്ക് എങ്ങനെ തിന്നാ പോകുക? അന്റെ വർത്താനം കേട്ടാലേ ഇജ്ജ് 10 പ്രാവശ്യം ദുബായിക്ക് പുറപ്പെട്ട മാറിണ്ട്. പാസ്പോർട്ട് എടുത്തിട്ടില്ല പാഹേ. നിർത്തിയോ? നമുക്ക് നമുക്ക് തിന്നാ. അപ്പ ഞാൻ ഇറങ്ങട്ടെ. ഇജ്ജ് സുന്നത്ത് കരിച്ചോ? ഉമ്മോനോട് പറഞ്ഞോ? ഓളെവിടെ? ഇരുന്ന് കരയണു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനി നമ്മള് കാണാം. അള്ളാന്റെ വിധി പോലെ കാണാം. خلقه سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. വലൈക്കും അസ്സലാം. സലീം ഭായി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതിന് ഞാനിന്ന് രാത്രിക്കത്തെ ഫ്ലൈറ്റിന് കുവൈത്തിലേക്ക് പോവും. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചെത്തും. കാശിപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ കാശ് എങ്ങനെയൊക്കെ റെഡിയാക്കാം. വന്ന ഉടനെ ബന്ധപ്പെടാം. ഓക്കെ ഓക്കെ. എത്ര ലോഡുണ്ടെന്ന് പറഞ്ഞ്? 2 ലോഡോ? അത് നിങ്ങൾ ഇറക്കിയാൽ മതിയല്ലോ. ഞാൻ നാളെ എത്താം.
ആരിത് മമ്മാലിക്കേ? എവിടെ? കുറെ കാലമല്ല കണ്ടിട്ട്. ആ അല്പം ബിസിയിലായിരുന്നു. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ആ തരക്കെട്ടില്ലാതെ പോകുന്നുണ്ട്. അല്ല, പുതിയ ഷോറൂം തുറക്കുന്നുണ്ട് കേട്ടു. ആ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ്. അതിലെന്തെങ്കിലും പണി ചാൻസ് ഉണ്ടെങ്കിൽ പറയുന്നുണ്ടോ? നമ്മുടെ റൂമിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വെറുതെ ഇരിക്കും. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഒരു മിനിറ്റ്. ബേബി എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്? ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മോൾ എന്തിയേ? മോള് ഉറങ്ങാണ്. ഞമ്മൾ അദ്ദുട്ടി അങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഏതൂട്ടി? നിങ്ങളെ ചെറിയ പെങ്ങളെ മാപ്പിള അദ്വേ. ഹലോ ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. അങ്ങനെ വരട്ടെ. അപ്പൊ ഇതിന്റെ കൊല്ലുള്ള പരിപാടിയല്ലേ? അത് ശരി. അപ്പൊ കുറ്റക്കാരൻ ഞാനായല്ലേ? ഒന്നാരന്റെ മമ്മാലി, ഈ കുന്ത്രാണ്ട് ഒന്നെടുത്ത് മാറ്റി തരുന്നുണ്ടോ? ആരെങ്കിലും പറഞ്ഞു തന്നെ ഈ വയസ്സ് കാലത്ത് ഇതിനൊക്കെ നിൽക്കാം? ഇനി കാബറിലേക്ക് പോവാൻ നേരത്താ ജിമ്മെടുക്കല്. ഈ പറഞ്ഞതൊക്കെ സമ്മതിച്ചട്ടാ. എങ്ങനെ ഇതൊക്കെ പാടെടുത്ത് ഈ മാനസന്മാര് പൊന്തിച്ച സലാമേ, ഈ യാത്ര ഞെളിഞ്ഞു നിൽക്കൊന്നും വേണ്ടട്ടോ. ഇതൊക്കെ ആർക്കായാലും ഉണ്ടാവും. പിന്നെ ആ പെണ്ണിങ്ങോട്ട് വിളിച്ചിരുന്നു. എന്താ ജോളിയും കൊണ്ട് കണ്ടിക്കണ്? വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൽ നിൽക്കരുതട്ടാ. എവിടുക്കാ പറ്റി പെട്ടിയും പ്രമാണക്കേട്ട്? കുവൈത്തേക്കോ അതോ മസ്കത്തേക്കോ? എന്റെ അളിയ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കണു. ഏത് നിമിഷം ഇവിടെ എത്തും? ആയിരപ്പ ചെന്നിനായി വെടി എന്നെ പന്നിനെ പോലെ പായാൻ നിക്കണ്. ഓനറിയോ ഇവിടെ താമസിക്കണെന്ന്? അത് നിങ്ങക്ക് എന്റെ അളിയനെ അറിയാത്തോണ്ടാണ്. അവൻ പുറപ്പെട്ടത് ഗൾഫിലേക്കാണെങ്കിലേ എത്തണത് എന്റെ അടുത്തായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അഥവാ അളിയനെങ്ങാനും തേടി പിടിച്ചുപട വന്നാൽ ഇങ്ങളെ മമ്മാലി അറിയില്ല, മമ്മാലി നിങ്ങളും അറിയില്ല. അളിയാ
തോന്നിയതായിരിക്കും. ഇങ്ങോട്ട് നോക്കി ഇന്റെ പൊന്നാരളിയാ. എന്നാ നീ വരുന്നുണ്ടെങ്കിൽ എന്നൊരു വിവരം അറിയിച്ചാ മതിയായിരുന്നില്ലേ? ഞാൻ എയർപോർട്ടിലേക്ക് വരുമായിരുന്നല്ലോ. അതൊന്നും ഇഞ്ഞു പറഞ്ഞിട്ട് കാര്യല്ല. ഭാഗ്യത്തിന് നിങ്ങൾ അറിയണ ഒരാളെ എയർപോർട്ടിൽ നിന്ന് കണ്ടു, അതുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ടതാണ്. നിങ്ങളെ 2 നമ്പറിൽ ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി. വിളിക്കുമ്പോഴൊക്കെ പറയണ്ട ലാത്തിലെ മാത്തിലെ കൂത്തലെ കാത്തിലെ ഹാ. മറ്റേ നമ്പറിൽ വിളിക്കുമ്പോൾ പറയും കലാമത്തി കലാമത്തി കിലാമത്തി കുലാമത്തി ഹാ. എന്ത് ഹാളിയാ. ആളിയന് മാനേജർമാരെ വെക്കുമ്പോ മലയാളം അറിയുന്ന ആളുകളെ വെച്ചൂടെ? ആ അറിവ് പറയണമെന്ന് വെച്ച് മനസ്സിലായില്ല. എന്നാ വാ. വാ പോരെ പോരെ. ആ പെട്ടിയൊക്കെ എടുത്തിട്ട് പോന്നോ? എന്നാ പെട്ടിയൊക്കെ എടുത്തിട്ട് പോരെ. അതാരാ? അളിയാ, അതിന്റെ ഭാഗയിലെ അളിയം. ഞാന്റെ അളിയനും വരാൻ നിക്കണ്ട അളിയ. നമ്മളെ അത്താക്കാന്റെ കുഞ്ഞാലിക്കുട്ടിയായി. ചെലപ്പം ബോംബെയിൽ തന്നെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അജാതി കരച്ചിലല്ല ഓള് കരഞ്ഞിക്കട്. വരും. ഞാൻ ഇന്ന് ഏതായാലും പോകുന്നില്ല. ആ പെട്ടിയൊക്കെ വെച്ചോളി. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വരാം. ഏതോ ഒരു എക്സ്പയർ ആയ സാധനം ഇവിടെ കിടക്കണോക്കെ. അച്ഛണ്ടാകല്ലടാ, കാര്യപ്പെട്ട വല്ല അറബിയായിരിക്കും. ആരാ? എന്താ? ആരാ? മാമാലിന്റെ അളിയന്മാരാ? മാമാലിനെ ഞാനും അറിയില്ല, മാമാലി ഇനി അറിയില്ല. ഉണർന്നോ? ഈ കോയാക്ക് ഇങ്ങനെ തന്നെയാണ്. ഉറക്കമുണർന്ന ആ മൂപ്പര് എന്തേലും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളതൊന്നും കാര്യാക്കണ്ടല്ലോ. മുങ്ങിയില്ലേ? ഇത് ആ മുഖം നിനക്ക് എഴുതി വരിക. അപ്പൊ ഒക്കെ ശരിയായിക്കോളും. എപ്പോഴാ മുങ്ങ? ഇന്നലെയും കൂടി പറഞ്ഞിട്ടുള്ളൂ ഈ നല്ലോനാണ്, സമർത്ഥനാണ്, അന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്നൊക്കെ. ഒന്നും പോയി തന്നേ. അല്ല ഈ മുങ്ങണില്ലേ? ഈ പൊങ്ങണ്ട പോരണ്ട പേരണ്ട. വലിയ പെട്ടിയാണല്ല. ഇങ്ങോട്ട് പോരും തന്നേ. കണ്ടില്ലേ, ആളിയ നിന്നെ പണ്ടേ വലിയ കാര്യം. എന്തേ? സ്വപ്നത്ത് പോലും വിചാരിച്ചിട്ടില്ല അവൻ ഇത്ര പെട്ടെന്ന് വരുന്ന്. അവനെങ്ങാനിവിടെ നിന്നാ അതോടെ തീരും എല്ലാം. അല്ല അനക്ക് എത്ര അളിയന്മാരാ? അളിയനൊക്കെ ഒന്നെന്നുള്ളൂ. അപ്പൊ മാറ്റോനോ? അത് ഓന്റെ അളിയം. അത് ശരി. ആരും പറയുമ്പോ പാലുണ്ണിയോ? അല്ല അനക്കിപ്പോ എന്താ വേണ്ട? ഓലപ്പെടുന്ന പുറത്താക്കണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു.
ആരോടാ കളി? കോയാനോടെ, അതും 77 കോയാനോടെ. ഏതായാലും ഞാൻ ഓലെ പേട്ടി വന്നാൽ പോയി നോക്കട്ടെ. നാട്ടിൽ നിന്ന് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ തിന്നാൻ